ഏത് സമയത്തും പുഞ്ചിരിയോടുകൂടി നമ്മിൽ ഇടം പിടിച്ച ആ പ്രിയപ്പെട്ട നമ്മുടെ ഗ്രേറ്റ് ലീഡർ മെറ്റാക്രാറ്റ് ജനാർദ്ദൻ ബാബു സാർ, ആലപ്പുഴ. പ്ലീസ് വെൽക്കം സാർ, മൈക്ക് ഫോർ യു. താങ്ക് യു ആഷിഖ് സാർ. എന്നെ നന്നായി പരിചയപ്പെടുത്തി. എൻ്റെ എല്ലാ പേൾവൈൻ പാർട്ട്നേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇതൊരു ദൈവം ഈശ്വരൻ നൽകിയ ഒരു വരദാനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊരു വലിയൊരു അനുഗ്രഹമാണ്. കാര്യം ഞാൻ വളരെയധികം കാര്യങ്ങളിൽ പങ്കെടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അന്ന് അതെല്ലാം എൻ്റെ ചവിട്ടുപടികളായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ന് നമുക്ക് മെറ്റ ആർമി എന്ന് പറയുന്ന ഈ വലിയൊരു ബൃഹത്തായ ഈ പ്രസ്ഥാനം, ലോകത്ത് ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന പ്രസ്ഥാനം, അതിൽ ദൈവഭാഗ്യം കൊണ്ട് എത്തിയപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവർ ആണെന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ സൗഭാഗ്യത്തെ എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും പേർക്ക് കൊടുക്കുക. നമ്മുടെ ഒപ്പം നിൽക്കുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെയും വിജയിപ്പിച്ച് അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റുന്ന ഇത്തരം മഹത്തരമായൊരു സംരംഭം ഇനി നമ്മുടെ ജീവിതത്തിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കിട്ടിയ ഈ പദവിയിൽ ഞാൻ അങ്ങേയറ്റം എക്സൈറ്റഡ് ആണ്. എനിക്ക് ഈ പദവി കിട്ടിയതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള എൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള എല്ലാ മെമ്പർമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇന്ന് ഇതിനകത്ത് എൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന 2 പേരെ എത്രയും വേഗം ഈ പദവിയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം കൂടി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സാധിക്കുന്നവരെ എല്ലാവരെയും ഇതിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലൊരു അവസരം നമ്മുടെ ജീവിതത്തിൽ ഇനി വന്നു കിട്ടുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കാര്യം ഇത്ര വലിയൊരു പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വലിപ്പം നിങ്ങൾ അറിഞ്ഞു കാണും. കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഇല്ല, ഞാൻ എല്ലാവർക്കും ഇട്ട് കൊടുത്തിരുന്നു. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാര്യം ഈ ലോകത്തെ നയിക്കുന്ന വലിയൊരു പ്രസ്ഥാനത്തിനകത്താണ് നമ്മൾ വന്ന് വിട്ടിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയൊരു പ്രസ്ഥാനം ഇനി നമുക്ക് കിട്ടാനില്ല. അതുപോലെ തന്നെ ഇതിന്റെ വരുമാന സാധ്യതകൾ നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. എത്ര പഠിച്ചാലും തീരാത്ത അത്ര പ്രോജക്റ്റുകളും കാര്യങ്ങളും അതിനകത്തുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിയുമ്പോൾ ആകെ കൂടി ചെയ്യാനുള്ളത് അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാന്നുള്ള കൊച്ചു കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ പ്രസ്ഥാനം നമുക്ക് തരുന്ന ആലോചിച്ച് നോക്ക്. നമ്മൾ വേറെ എവിടെ മേഖലയിൽ പ്രവർക്ക് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും 80%. ഇവിടെ നേരെ തിരിച്ചാണ്, ഈ സിസ്റ്റമാണ് പ്രവർത്തിക്കുന്നത്. മറ്റുള്ളവർക്ക് പറയുമ്പോൾ ഇത് അവർക്ക് വിശ്വസിക്കാൻ അല്പം പാട് തോന്നുന്നത് ഇത്രയും വലിയ ഇൻകം എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ലീഡർ അയക്കുന്ന അശോകൻ സാർ, അതുപോലെ കണ്ണൻ നമുക്ക് നൽകുന്ന ഈ മറ്റു ലീഡർമാർ നൽകുന്ന ഈ എല്ലാവിധ സപ്പോർട്ടുകളുമാണ് നമ്മളെ വളരെ വേഗത്തിൽ ഈ ഉയരത്തിലേക്ക് എനിക്ക് ഈ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ സാധിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാര്യം നമ്മുടെ സുനീഷ് സാറായാലും ശരി, മനീഷ് ആയാലും ശരി, ഷായി സാറായാലും എല്ലാവരും തന്നെ ഒത്തൊരുമയോടുകൂടി, നമ്മുടെ അനിൽകുമാർ ദാസ് ആയാലും ശരി, എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇന്നത്തെ പ്രവർത്തിക്കുന്നത്. അതാണ് നമ്മുടെ ഒരു ഒരുമയോടുകൂടി പ്രവർത്തിക്കുന്നത്. അതാണ് വിജയത്തിന്റെ പുറകിലെ പ്രധാനപ്പെട്ട രഹസ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്ന് എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, ഈ ഈശ്വരൻ നൽകിയ ഈ അനുഗ്രഹത്തെ നമ്മൾ നെഞ്ചിലേറ്റുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു അവസരം ഈശ്വരൻ കൊണ്ടുവരുന്നത്. കാര്യം നമ്മൾക്ക് നമ്മുടെ പുണ്യം ചെയ്താൽ കിട്ടുന്ന ഒരു ജന്മമാണ് ഈശ്വര ജന്മം എന്ന് പറയുന്നത്. അതിൽ കിട്ടിയ ഈ സൗഭാഗ്യത്തെ നിങ്ങൾ ശരിക്കും ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് ഈ അവസരം ഈ അവസരം തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ വളരെ വളരെ എക്സൈറ്റഡ് ആണ്. കാര്യം ഇപ്പോൾ ബിസിനസ്സുകൾ എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു. പലരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയം നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. കാര്യം അത്രയധികം ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ പേറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ഉത്തരവാദിത്തങ്ങൾ 100% അല്ല 150% ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഞാൻ സന്നദ്ധനാണ്. മറ്റൊരു കാര്യത്തിലും വേണ്ടി എനിക്ക് സമയം കളയാനില്ല. അപ്പോൾ ഈ കിട്ടിയ അനുഗ്രഹം എൻ്റെ കൂടെ അസോസിയേറ്റ് ആയിരിക്കുന്ന എല്ലാവർക്കും പരമാവധി അവരുടെ ജീവിതത്തിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് എൻ്റെ പ്രാഥമിക കർമ്മമെന്ന് ഞാൻ കരുതുന്നു. അതിനുവേണ്ടി ഞാൻ ഓരോ ദിവസവും ഓരോ മിനിറ്റുകൾ പ്രവർത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന മെറ്റ ആർമിക്ക് താങ്ക് യു. അതുപോലെ തന്നെ മെറ്റ ആർമി നമുക്ക് നൽകിയ ഈ അനുഗ്രഹം, ഇപ്പോൾ സാറ് പറഞ്ഞു കഴിഞ്ഞു എൻ്റെ കാര്യങ്ങളൊക്കെ. അന്ന് അപ്പോൾ തന്നെ ആ പദവി കിട്ടിയ ആ നിമിഷം തന്നെ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, വിളിച്ചിട്ട് നമ്പറാണ് ചോദിക്കുന്നത്, യൂസർ ID ചോദിച്ചു. അപ്പോൾ തന്നെ 1 ലക്ഷം രൂപയ്ക്ക് ടോക്കൺ ഫാമിംഗ് ചെയ്ത് നമുക്ക് തരികയാണ് ചെയ്തത്. ഒപ്പം ഇപ്പോൾ സാറ് പറഞ്ഞു ഷൂവിൻ്റെ പൈസ നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വലിയ 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 കാര്യങ്ങൾ നമ്മളെ തേടിയിരിക്കുന്നു. ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലരും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ അവസരത്തിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. സന്തോഷം സാർ, ജനാർദ്ദൻ ബാബു സാർ.
ഏറ്റവും മനോഹരമായ വാക്കുകൾ ഞങ്ങളെ എന്താ പറയുക വല്ലാതെ ആവേശഭരിതമാക്കുന്നത്. അഞ്ചാമതായിട്ട് നമ്മിലേക്ക് എത്തുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അധ്യാപിക, വേഗത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി PVC മെറ്റയിൽ തിളക്കമുള്ള ഒരു നക്ഷത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്തുള്ള ജയലക്ഷ്മി മാഡം, മെറ്റാക്രാറ്റ് ജയലക്ഷ്മി മാഡം, പ്ലീസ് വെൽക്കം. മൈക്ക് ഫോർ യു മാഡം. ഗുഡ് ഈവനിങ് ഓൾ പാർട്ട്നേഴ്സ്. എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ട് ഇരിക്കുവാണ്. നമ്മൾ മെറ്റാക്രാറ്റ് എന്ന പൊസിഷൻ, നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരാള് മെറ്റാക്രാറ്റ് ആയത് കാരണം ഞങ്ങളുടെ ടീമും വളരെ ശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുതിയ ടെക്നോളജിയിൽ ആദ്യം പേൾ വൈനിൽ വർക്ക് ചെയ്ത സന്തോഷം, അത് കഴിഞ്ഞിട്ട് ലേറ്റസ്റ്റ് ടെക്നോളജികളൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് അവസരം കിട്ടി. അപ്പോൾ മെറ്റാ ആർമി പിന്നെ ജനറേറ്റ് ചെയ്ത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ റിസൾട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആദ്യമേ അതിൽ വളരെയധികം താല്പര്യം ഉണ്ടാവുകയും മെറ്റാ ആർമി ഏറ്റവും നല്ല ശോഭൻ സാറുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അന്ന് മെറ്റാ ആർമി എന്ന് പറയുന്ന ഒരു പിന്നെ ഗ്രൂപ്പ് ഉണ്ടായപ്പം തന്നെ നമ്മൾ വളരെയധികം എനർജറ്റിക് ആയിരുന്നു എല്ലാവരും. വളരെയധികം മെറ്റാ ആർമി ഉണ്ടാക്കിയത് തന്നെയാണ് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും സക്സസിലോട്ട് എത്താനായിട്ടും പലരും ഈ ഫീൽഡിലോട്ട് വരാനും 1 ലക്ഷം രൂപ ഇൻകം കിട്ടുമെന്ന് മാസം തോറും 1 ലക്ഷം രൂപ ഇൻകം കിട്ടണമെങ്കിൽ നമുക്കറിയാലോ ഇന്നത്തെ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിനോ അല്ലെങ്കിൽ ടെക്നോ പാർക്കിന് പോലും ഇപ്പൊ വളരെ കുറവ്, ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് പോലും വളരെയധികം കുറഞ്ഞ സാലറിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. മാക്സിമം പോയ ഒരു 30, അതിനപ്പുറത്ത് ആർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് നമ്മൾ മൊത്തം ഈ എംപ്ലോയ്മെന്റ് ഫീൽഡുകളെല്ലാം. ആ അവസരത്തില് മെറ്റാ ആർമി 1 lakh rupees മാസ ഇൻകവും പിന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് കേട്ടപ്പോൾ തന്നെ പലരും എക്സൈറ്റഡ് ആയിരുന്നു. അവര് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, അങ്ങനെ 1 ലക്ഷം കിട്ടുമോ മാഡം നമുക്കൊക്കെ എന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം നമ്മുടെ ഇപ്പം അതിൽ വിശ്വാസമായി ഒരുപാട് പേർക്ക് ലക്ഷങ്ങൾ ഇൻകം കിട്ടുന്നു എന്ന് അവർ ഈ ടെലഗ്രാം മീറ്റിങ്ങിലൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പൊ നമുക്കും സാധിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ പല മെമ്പേഴ്സും നമ്മുടെ പാർട്ട്നേഴ്സ് എല്ലാവരും അവർക്കൊക്കെ ഇപ്പോൾ ഒരു വിശ്വാസമായി. എന്താണ്, നമുക്ക് മെറ്റാ ആർമിയിലൂടെ നമ്മുടെ അശോകൻ സാർ എപ്പോഴും പറയാറുണ്ട് 1 lakh rupees എന്തായാലും പലരെയും നമ്മൾ ഇതിലെത്തിക്കും. ഒരുപാട് പേരുടെ ലിസ്റ്റുകളും അവരുടെ നമ്പേഴ്സും എല്ലാം അവർ ഈ മെറ്റാ ആർമി വഴി പല സ്ഥലത്തും അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും പ്രതീക്ഷിക്കാം ഫിനാൻഷ്യൽ ഫ്രീഡം. എല്ലാവർക്കും നമ്മുടെ പാർട്ട്നേഴ്സിനെല്ലാം ഈ ടെലഗ്രാം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പാർട്ട്നേഴ്സിനും ഒപ്പം നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്ന പുതിയ ടെക്നോളജീസ്, ഡിജിറ്റൽ യുഗം, നമ്മുടെ കേരള ബ്ലോക്ക് ചെയിൻ അക്കാഡമി, ഇതൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞു. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഫീൽഡിനെ കുറിച്ച് നമ്മൾ വളരെയധികം ജ്ഞാനസ്ഥരായിരിക്കണം, നോളജബിൾ ആയിരിക്കണം. എന്തെന്ന് വെച്ചാൽ നമ്മൾ കൈവച്ചിരിക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേറ്റസ്റ്റ് ടെക്നോളജികളാണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോണത്. മെറ്റാവേഴ്സ് ടെക്നോളജി, പിന്നെ ഗെയിമിംഗ് ഇതൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇനിയിപ്പോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ത്രൂ മെറ്റാ ആർമി ആൻഡ് ത്രൂ പേൾ വൈൻ. ഓക്കെ, അതുകൊണ്ട് മെറ്റാക്രാറ്റ് എന്ന പൊസിഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ എല്ലാവരും എനർജറ്റിക് ആണ്. 6 പേർക്ക് കിട്ടിയെന്ന് നമ്മൾ അനൗൺസ് ചെയ്യുന്ന നിമിഷം തന്നെ നമ്മൾ എല്ലാവരും വളരെയധികം എനർജറ്റിക് ആണ്. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പലരും, കുറെ പ്രൊഫസേഴ്സ് ഉണ്ട്, യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രിൻസിപ്പൽമാരുണ്ട്. അപ്പൊ ഇവരെല്ലാവരും പിന്നെ വളരെ എനർജറ്റിക് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ എനർജറ്റിക്കോടുകൂടി നമ്മൾ ഈ പിന്നെ എനർജറ്റിക് രീതിയിൽ നമ്മൾ പലരെയും അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റാക്രാറ്റ് പൊസിഷനും കൂടെ പറയുമ്പോൾ നമ്മുടെ ഇൻകത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരെല്ലാം വളരെ എനർജറ്റിക് ആണ്. തീർച്ചയായും ഞങ്ങളും സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചത് മെറ്റാ ആർമിയുടെ കഴിവാണ്. ശരിക്കും ഈ പൊസിഷൻ കിട്ടിയതിൽ വളരെയധികം എനർജറ്റിക് ആണ് ഞങ്ങൾ ട്രിവാൻഡ്രംകാർ മൊത്തം. പലരും ഇതാകുന്നതിന് മുമ്പ് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ക്ലാസ്സിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല, അത് അശോകൻ സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മനഃപൂർവ്വം എടുക്കാത്തതല്ല. അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടെങ്കിൽ തന്നെ ഐ എം വെരി സോറി, എനിക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇപ്പൊ തന്നെ വളരെ ഒരു റിമോട്ട് പ്ലേസിൽ നിന്നിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഞാൻ ക്ലാസ് എടുക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു മാസം കൂടെ കഴിയുമ്പോൾ ഞാൻ ഫ്രീ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു.
അതുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു ഓൾ പാർട്ട്നേഴ്സ്. ഓക്കെ, താങ്ക് യു ലക്ഷ്മി മേഡം. വളരെ ൂരിന്റെ ശബ്ദം, പ്രവർത്തനം കൊണ്ട് നമ്മെ അതിശയിപ്പിക്കുന്ന ലീഡർ, ടെലി മീറ്റിംഗിലെ സ്ഥിര ശബ്ദം, പ്രവാസവും നാട്ടിലെ ബിസിനസ്സും വിട്ട് ജീവിതം തന്നെ പേൾവൈൻ ഇന്റർനാഷണലിലേക്ക് സമർപ്പിച്ച നമ്മുടെ ഗ്രേറ്റ് ലീഡർ മെറ്റാക്രാറ്റ് മനീഷ് സാർ, കണ്ണൂർ. പ്ലീസ് വെൽക്കം സാർ, മൈക്ക് ഫോർ യു. താങ്ക് യു ആഷിഖ് സാർ വളരെ മനോഹരമായി തന്നെ എന്നെ പരിചയപ്പെടുത്തി. താങ്ക് യു സാർ. എന്തായാലും വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ. 5ഓളം മെറ്റാക്രാറ്റ് ലീഡേഴ്സിന്റെ ശബ്ദം കേട്ടു. വളരെ സന്തോഷം. വളരെ എനർജറ്റിക് ആയിട്ടാണ് എല്ലാവരും സംസാരിച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഞാനും വളരെയേറെ എക്സൈറ്റഡ് ആണ്. അതായത് അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം എന്നിൽ നല്ലൊരു വിശ്വാസം അർപ്പിച്ചു. അതിനുശേഷം എന്റെ പ്രസ്ഥാനത്തെ ഇന്നും 100% ഞാൻ എന്റെ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് വിശ്വസിച്ച് പോകുന്നതിന്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് ഈ മെറ്റാക്രാറ്റ്. അതുപോലെ തന്നെ ഈ ഒരു മെറ്റാക്രാറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പദവി നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയ അശോകൻ സാർ, കണ്ണൻ സാർ, അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ലീഡേഴ്സും, എല്ലാ മെമ്പേഴ്സും, എല്ലാ പാർട്ട്നേഴ്സും, ഞാനായിട്ട് ഇടപെടുന്ന എല്ലാവരും എന്നെ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പദവിയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്ലാണ്ട് എന്റെ ഒരു ഭാഗം ചെറിയൊരു കഴിവ് അവിടെ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ഇതൊരു കൂട്ടായ്മയുടെ വിജയം. അനിൽകുമാർ സാർ പറഞ്ഞ പോലെ ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഫ്രണ്ട്സ്. എന്ത് തന്നെയായാലും ആദ്യമൊക്കെ അശോകൻ സാറ് വളരെ വ്യക്തമായി മെറ്റാ ആർമി എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ, ഈ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് അദ്ദേഹം പറയുമായിരുന്നു, മീറ്റിങ്ങിന് വളരെയേറെ ഇമ്പോർട്ടന്റ് ഉണ്ടെന്ന്. അത് ആ ഒരു ഇമ്പോർട്ടൻസ് കൃത്യമായി പാലിച്ചവരാണ് ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത്. അതായത് മീറ്റിങ്ങിന് ഇമ്പോർട്ടന്റ് കൊടുക്കാത്തവര് മാറി നിൽക്കുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് കൃത്യമായിട്ട് ഈ ഒരു മെറ്റാക്രാറ്റ് എന്ന ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് മീറ്റിങ്ങിന്റെ പ്രാധാന്യം വളരെയേറെ അറിയിക്കുന്നതാണ് ഫ്രണ്ട്സ്. എന്ത് തന്നെയായാലും എല്ലാവരും വളരെയേറെ സഹായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു പദവിയിൽ എത്തിയിരിക്കുന്നത്. ഞാനും മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എന്റെ പാർട്ണർമാർ ആരൊക്കെയാണോ ഇത് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന വ്യക്തികളിലേക്കൊക്കെ ഈ മെറ്റാക്രാറ്റ് പദവി എത്തിക്കാൻ ഞാൻ ഊർജിതമായ പ്രവർത്തനം തന്നെ നടത്തും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് നാണക്കേടുകളും അപമാനങ്ങളും സഹിച്ചൊരു വ്യക്തിയാണ് ഈ മനീഷ് എന്ന് പറഞ്ഞ വ്യക്തി. അതായത് നാട്ടുകാരിൽ നിന്നും, തുറന്നു പറയുകയാണെങ്കിൽ വീട്ടുകാരിൽ നിന്നും, നാട്ടുകാരിൽ നിന്നും, ഫാമിലിയിൽ നിന്നും ഒക്കെ കോടീശ്വരം വരുന്ന പക്ഷെങ്കിൽ ഒരു സംശയം വേണ്ട, കോടീശ്വരൻ ഞാൻ ആയിരിക്കും. അത് ഞാൻ പ്രൂവ് ചെയ്തിരിക്കും. ഒരു സംശയം വേണ്ട. സുനീഷ് സാറൊക്കെ പറഞ്ഞ പോലെ പറയാൻ പറ്റും. കാരണം എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാനൊരു വാഹനം എടുക്കണം തീരുമാനിച്ചു. ആദ്യം ഒരു വാഹനം എടുത്തു. ഇപ്പോൾ ഒരു വാഹനം ഞാൻ എന്റെ മൈൻഡിലുണ്ടായിരുന്നു, ഫോക്സ് വാഗൻ. അത് ആ ഒരു ബ്രാൻഡ് നെയിം എന്റെ മൈൻഡിലുണ്ട്. അപ്പോൾ ഏതൊരു സ്ഥലത്ത് പോകുമ്പോൾ, ഞാൻ റോഡിൽ ഇറങ്ങുമ്പോഴൊക്കെ ഒരു 10 വാഹനം പോകുന്നുണ്ടെങ്കിൽ അത് മൂന്ന് ഫോക്സ് വാഗന്റെ വാഹനമായിരിക്കും പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ മൈൻഡിൽ നമ്മൾ എന്താണ് ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നത്, അത് പ്രൂവ് നടന്നിരിക്കും. സുനീഷ് സാർ അത് വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും തെളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പിന്നീട് ഞാൻ ചെയ്ത ഒരു കാര്യം, മെറ്റാക്രാറ്റ് എന്ന ഒരു മാസം മെറ്റാക്രാറ്റിന് വേണ്ടിയിട്ട്, അതായത് അഹോരാത്രം പണിയെടുക്കുന്നല്ല, അതായത് എന്റെ മൈൻഡ് മുഴുവൻ ഈ ഒരു മാസം എങ്ങനെയെങ്കിലും മെറ്റാക്രാറ്റാണ് ആകണം, ആയേ പറ്റൂ എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പാർട്ണർമാരിൽ നിന്നും ഏർലി ബേർഡ് എന്ന മഴ പെയ്യാൻ തുടങ്ങി. ആ ഏർലി ബേർഡ് എന്ന മഴ എന്റെ പാർട്ണർമാർ എനിക്ക് അനുഗ്രഹിച്ച് ചൊരിഞ്ഞത് കൊണ്ടാണ് ഫ്രണ്ട്സ് ഈ മെറ്റാക്രാറ്റ് എന്ന പദവിയിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിന് ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറഞ്ഞത് ആ ദിവസം വരെ, മെറ്റാക്രാറ്റ് എന്ന പദവി ലഭിക്കുന്ന ആ ദിവസം വരെ മനീഷ് സാർ എന്തായി എന്നെക്കാൾ കൂടുതൽ എന്റെ കൂടെ സഞ്ചരിക്കുന്ന പാർട്ണർമാർക്കായി ഉണ്ടായിരുന്നു. ഈവൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ ലീഡേഴ്സ് പോലും എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. സാറേ പെട്ടെന്ന് നോക്കുന്നില്ല പറഞ്ഞു. ആ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും എന്റെ ടീമിലുള്ള എല്ലാ പാർട്ണർമാരെയും ഈ ഒരു മെറ്റാക്രാറ്റ് പദവിയിലേക്ക് എത്തിക്കാൻ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്യുമെന്ന് പറയുന്നു. പ്രിയ പാർട്ണർമാരെ, എന്ത് തന്നെയാലും സമയപരിധി പാലിക്കേണ്ടതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു ഓൾ പാർട്ട്നേഴ്സ്. താങ്ക് യു സാർ. മനീഷ് സാർ, വളരെ സന്തോഷം, മനോഹരമായ വാക്കുകൾ. അശ്വൻ സാറെ അവസാനിപ്പിച്ചൂടെ? ഏറ്റവും മനോഹരമായ ടെലി മീറ്റിംഗ്, നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം വളരെ അത്ഭുതവും വളരെ എനർജറ്റിക്കായി മാറ്റിയിട്ടില്ല നമ്മുടെ 6 മെറ്റാക്രാറ്റുകൾ.
ഹലോ ആഷിഖ് സർ. ആ സർ. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ സാർ, കേൾക്കുന്നില്ലേ? ആഷിഖ് സാറെ കേൾക്കാം. നമ്മുടെ അശോക് സാർ. അശോക് സാർ പറഞ്ഞു വൈൻഡപ്പ് ചെയ്യാന്. ചെയ്തോളൂ സാർ, ഞാൻ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് സാറേ. പ്ലീസ്. ഓക്കെ സാർ, ഓക്കെ. ഏറ്റവും മനോഹരമായ